ഭാരതത്തിന്റെ സുരക്ഷയാണോ അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ വലുത് എന്ന് നമ്മുടെ പിണറായിയോട് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. സംശയം എന്താ? എന്റെ മുഖ്യമന്ത്രി കസേര. രാജ്യം മുഴുവൻ ഒരു പുതിയ സെൻസസിലേക്ക് നീങ്ങുമ്പോൾ സുപ്രധാനമായ ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിനെ പടിക്ക് പുറത്ത് നിർത്തുമെന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയാണ് പിണറായി സർക്കാർ. ഇത് വെറും ഒരു എതിർപ്പാണോ അതോ ഭരണഘടനാപരമായ വെല്ലുവിളിയോ? നിയമസഭയിൽ പ്രമേയം പാസാക്കിയും സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തും കേന്ദ്രത്തോട് കൊമ്പുകോർക്കുന്ന ഈ നീക്കം കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? കൃത്യമായ സെൻസസ് ഇല്ലാതെ എങ്ങനെയാണ് വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുക? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സർക്കാരിന്റെ ഈ വിവാദ ഉത്തരവിനെ കുറിച്ചാണ്. വിഷയത്തിലേക്ക് സെൻസസ് എന്നത് ഒരു രാജ്യത്തിന്റെ ആസൂത്രണത്തിന്റെ നട്ടലാണ്. 2026 രാജ്യമാകെ പുതിയ സെൻസസ് നടപടികളിലേക്ക് കടക്കുന്നു. എന്നാൽ സെൻസസിനൊപ്പം നടക്കേണ്ട ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ കേരളത്തിൽ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പിച്ചു പറയുന്നു. 2019 തുടങ്ങിയ നിസ്സഹകരണം ഇപ്പോഴും തുടരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ NPR? ഇത് പൗരത്വവുമായി ബന്ധപ്പെട്ട രേഖയല്ല, മറിച്ച് ഒരു പ്രദേശത്ത് താമസിക്കുന്നവരുടെ വിവരശേഖരണമാണ്. എന്നിട്ടും എന്തിനാണ് ഈ ഭീതി പരത്തുന്നത്? പൗരത്വ ഭേദഗതി നിയമത്തെയും NPRനെയും കൂട്ടിക്കുഴച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണിവർ. ഇവിടെയാണ് വൈരുദ്ധ്യം പ്രകടമാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ഫണ്ടുകളും കൃത്യമായി വാങ്ങുന്ന ഒരു സംസ്ഥാന സർക്കാർ ആ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുന്ന വിവരശേഖരണത്തെ മാത്രം തടയുന്നു. ഈ കേരളം ഡിജിറ്റൽ സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുമ്പോഴും ദേശീയ തലത്തിലുള്ള ഡാറ്റ ശേഖരണത്തോട് മുഖം തിരിക്കുന്നത് വികസനത്തെ പിന്നോട്ടടിക്കുകയാണ്. അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റവും കൃത്യമായ രേഖകളില്ലാത്ത താമസക്കാരും രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നിരിക്കെ NPR തടയുന്നത് ആരെ സംരക്ഷിക്കാനാണ്? CAA വിരുദ്ധ വികാരം നിലനിർത്തി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ വോട്ട് ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണിതെന്ന് പിന്നിൽ വ്യക്തമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 256 അനുസരിച്ച് കേന്ദ്ര നിയമങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ സംസ്ഥാനം സ്വന്തം നിയമവ്യവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഫെഡറൽ സംവിധാനത്തിന് തന്നെ ഭീഷണിയാണ്. ഇന്ത്യയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള വിശദീകരണം, അതായത് ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഡിജിറ്റൽ ഇന്ത്യയിലൂടെയും ആധാർ അധിഷ്ഠിത സേവനങ്ങളിലൂടെയും നമ്മൾ ലോകത്തിന് മാതൃകയാകുന്നു. ഒരു രാജ്യം ഒരു ലക്ഷ്യം എന്നതിലേക്ക് ഭാരതം കുതിക്കുമ്പോൾ കേരളം മാത്രം ഒരു ദ്വീപായി മാറാൻ ശ്രമിക്കുന്നത് ഖേദകരമാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം സെൻസസ് നടപടികളുമായി സഹകരിക്കുമ്പോൾ വിജ്ഞാനത്തിന്റെയും സാക്ഷരതയുടെയും നാടെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കേരളം ഡാറ്റ ശേഖരണത്തെ ഭയപ്പെടുന്നത് എന്തിനാണ്? ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ആസൂത്രണത്തിനും ഓരോ പൗരന്റെയും വിവരം പ്രധാനമാണ്. അതിനെ രാഷ്ട്രീയ ലാഭത്തിനായി തടയുന്നത് വരും തലമുറയോട് ചെയ്യുന്ന ചതിയാണെന്നേ പറയാൻ പറ്റൂ. രാഷ്ട്രീയം എന്തുമാകട്ടെ, അത് രാജ്യത്തിന്റെ വളർച്ചയെ ബാധിക്കരുത്. സെൻസസ് നടപടികൾ അട്ടിമറിക്കപ്പെടുന്നത് സംസ്ഥാനത്തിലെ ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ ഇല്ലാതാക്കാനും ഉപകരിക്കും. മുഖ്യമന്ത്രിയുടെ ഈ വാശി ആരോടാണ്? കേന്ദ്രത്തോടോ അതോ സ്വന്തം ജനങ്ങളോടോ?